ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കോട്ടുവായി അങ്ങോട്ട് പാസ്സാക്കി. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എന്ത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു, രാത്രിയിൽ എന്ത് കഴിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഡൺ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം വെളിയിലോട്ടൊന്ന് നോക്കിയിരിക്കും. എവിടെ ഒരു കാക്ക കരയുന്നുണ്ട്. അപ്പോൾ ജനൽ സൈഡിലായതുകൊണ്ട് തന്നെ പുറത്ത് കുറേ മരങ്ങളും കിളികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറച്ച് നേരം ഒന്ന് നോക്കിയിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കിച്ചണിലോട്ടൊന്ന് പോവാം. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് താമസിച്ചാണ് എഴുന്നേൽക്കാറുള്ളത്. അപ്പോൾ അന്ന് 8 മണിയായിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റപ്പോൾ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കിയതെന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോഴമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡൺ. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ചോറും വെന്ത് വെച്ചിട്ടുണ്ട്, അത് അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ചോറും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്നോട് വന്ന് പറയുന്നു, അമ്മ അമ്പലത്തിൽ പോവുകയാണ്, അപ്പം ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളും പിന്നെ ബാക്കി കറിക്കുള്ള കാര്യങ്ങളും അതും ഇതും എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമ്മ അമ്പലത്തിലോട്ട് പോയി. പിന്നെ അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ ഒരു കുറ്റിപ്പുട്ടും പിന്നെ ഒരു ചെറിയ ബാലൻസ് ഇരുന്ന ഒരു പപ്പടവും പിന്നെ തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ രാവിലെ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെറുപയർ പുഴുങ്ങിയതോ പപ്പടമോ കടലക്കറിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റിട്ടുള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടും ഇല്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ നേരത്തെ ആണെങ്കിൽ ഈ പുട്ടൊക്കെ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, പാല് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒഴിച്ചങ്ങോട്ട് കഴിക്കും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ പാല് എപ്പോഴും നമുക്ക് തിളപ്പിച്ച് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചൂടുവെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഉണക്കപ്പുട്ടിൻ്റെ കൂടെ എന്തെങ്കിലും നനച്ചെന്തെങ്കിലും കഴിക്കണമല്ലോ, അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങിപ്പോയില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് ആസ്വദിച്ച് അങ്ങോട്ട് പുട്ടും ഉള്ള പപ്പടവും എല്ലാം കൂടെ അങ്ങോട്ട് തിന്നുകയാണ്. പിന്നെ ഈ പുട്ടിൻ്റെ പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, നമ്മൾ വീട്ടിൽ തന്നെ പച്ചരി ഉണക്കി പൊടിപ്പിച്ച. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് പുറത്ത് വരെ പോകണമായിരുന്നേ. അപ്പോൾ ഞാൻ അമ്മയോടൊന്ന് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അറിയാതെ തന്നെ അമ്മ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് ഇത്. ഞാൻ വണ്ടി ഒന്ന് പെട്രോൾ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്ത് അതിനകത്തൊരു പല്ലി സ്ഥിരം ഇതിനകത്ത് കാണുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് കണ്ട സമയത്ത് ഞാൻ അതിനെ പെട്രോൾ അടിക്കുന്ന അവിടെ ആ സ്ഥലത്ത് തന്നെ ഞാൻ അതിനെ എടുത്ത് കളഞ്ഞാണ്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഏതോ ഒരു വിടവിലാണ് താമസിക്കുന്നത്. അപ്പം അവിടെ വീണ്ടും കയറിയിരിക്കുകയാണത്. അപ്പോൾ ഞാൻ എത്രയൊക്കെ ഒരു കമ്പിട്ട് നോക്കിയിട്ടും അതിനെ കാണുന്നില്ല. പിന്നെ ഇനിയിപ്പം സമയമായപ്പോൾ പിന്നെ എനിക്ക് പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങി. അപ്പം ഇന്ന് കുറച്ച് ചിക്കൻ മേടിക്കണമായിരുന്നു. അപ്പോൾ ചിക്കൻ മേടിക്കാനായിട്ട് ഞാൻ മാവേലിക്കര വരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായി ചിക്കനൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണ്. അപ്പം പല്ലി എന്തായാലും അതിനകത്ത് ഇരിപ്പുണ്ട്. ശല്യം ചെയ്യുമോയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു ധൈര്യത്തിൽ ഞാനങ്ങ് പോവുകയാണേ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, സവാള, അതുപോലെ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, 2 ചെറിയ തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തത്, ഇത്രയാണ്. പിന്നെ നമ്മൾ ഈ ഒരു വലിയ ചീനിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഈ പച്ചമുളക് കീറിയിട്ടതൊന്ന് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ. അപ്പോൾ നമ്മളിന്ന് ചിക്കന് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഒന്ന് കുറേ മസാലയും എല്ലാം ഒന്ന് തേച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മളത് എണ്ണയിലിട്ടൊന്ന് ഒരു ഷാലോ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അരപ്പൊക്കെ ഇട്ട് വേവിച്ച് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഇന്ന് ഒരു സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഒരു ഈസി ആയിട്ടൊന്ന് ചെയ്തിട്ട്, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് വഴറ്റി കിട്ടുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് കിടന്നങ്ങോട്ട് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിനകത്തോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇനി നമുക്ക് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് വഴണ്ടി കിട്ടുവേ. നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഈ സവാള അങ്ങോട്ട് വഴണ്ട് വരുന്നുണ്ട്.
ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ എപ്പോഴും എല്ലാ കറികളിലും കൂടുതൽ അങ്ങോട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അടുപ്പിലാകുമ്പോൾ പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോവും. ഇതിനകത്ത് തന്നെ കിടന്നൊന്ന് മൂത്ത് വരുമല്ലോ. അപ്പോൾ നോക്കിയ സമയത്ത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. സവാളയൊക്കെ ജസ്റ്റ് ഒരു ഗോൾഡൻ കളറിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയൊക്കെ ഒരു 2 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ എരിവുള്ളതും എരിവില്ലാത്തതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ള അനുസരിച്ച് എടുക്കാമല്ലോ. അപ്പം ഇത് ചിക്കൻ മസാലയാണ്. ലാസ്റ്റ് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കുകയാണ്. ഇതിനകത്ത് എപ്പോഴും ഉണ്ടല്ലോ കുരുമുളകാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പം അത്യാവശ്യം എല്ലാം ഒന്ന് നന്നായിട്ട് നല്ല കളർ വേണമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനിടയിൽ എന്തോ ഒന്ന് മറന്നുപോയി ചേർക്കാനായിട്ട്. അപ്പോൾ എൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ തക്കാളി അരച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴേക്കും ആ തക്കാളിയും കൂടെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ചിക്കനും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ചിക്കൻ അങ്ങനെ വേവട്ടെ. ആ ഒരു സമയത്ത് അമ്മ ഇവിടെ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കപ്പ ഏകദേശം അതിൻ്റെ അരപ്പെല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പയും സെറ്റായി. അപ്പോൾ നമ്മൾ കപ്പ എടുത്തു കഴിഞ്ഞ സമയത്ത് അടുപ്പ് വെറുതെ കിടക്കുകയാണ്. അപ്പോൾ നല്ല തീയുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ കുക്കറിലൊന്നും അല്ലല്ലോ വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ഏറെ സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കനലിൽ കിടന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം പറ്റണം. അപ്പോൾ അതിന് നന്നായിട്ട് വെള്ളം വറ്റി വന്നോളൂ. അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചിക്കൻ കറി, കപ്പ വേവിച്ചത്, പിന്നെ കുറച്ച് സലാഡ്, ഇത്രയാണ്. പിന്നെ ഒരു വലിയൊരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോഴേ ചിക്കനും കപ്പയും സലാഡും എല്ലാം കൂടി കുഴച്ചങ്ങോട്ട് എടുക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയാമോ. അപ്പോൾ ആദ്യത്തെ പിടി നിങ്ങൾക്കാണേ, കഴിച്ചോ. ഒരു സന്തോഷമാണ് ഇത്. അപ്പം ഞാൻ ഇനി അങ്ങോട്ട് അറമ്മതിക്കുകയാണ്. ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ്. ഞാൻ അത്യാവശ്യം ഫുഡിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഭക്ഷണം അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുന്ന സമയത്തുണ്ടല്ലോ, കഴിക്കുന്ന സമയത്ത് ചെറിയ ഹാർഡാണ്. ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുക്കറിലല്ലാതെ വെച്ചത് കൊണ്ട് തന്നെ അധികം അങ്ങ് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഞാൻ വൈകുന്നേരം എന്താ കഴിച്ചത് കാണണ്ടേ. വൈകുന്നേരം 1 കപ്പ് കോഫിയാണ് കുടിക്കുന്നത്. വൈകുന്നേരം ഞാൻ അങ്ങനെ കോഫിയൊന്നും കുടിക്കാറില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയ സമയത്ത് ഞാനും കൂടി വൈകുന്നേരം ഒന്ന് കുടിച്ചു. പിന്നെ ഒരു വെട്ട് കേക്കാണ് വൈകിട്ടത്തെ കടി. നല്ല കേക്കായിരുന്നു. അപ്പോൾ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ബാക്കിയുള്ള കോഫി ഞാൻ ഫിനിഷ് ചെയ്യുവാണ്. പിന്നെ രാത്രിയിൽ ഞാൻ വാഴയിലയിൽ വീണ്ടും ചോറും സാലഡും നമ്മുടെ കപ്പ കുറച്ചുണ്ടായിരുന്നു, അത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുള്ളത് ഈ കുക്കുംബറാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചിക്കൻ കറി എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം രാത്രിയിൽ കഴിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ദഹനം ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുക്കുംബറും കൂടി ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിക്കനെല്ലാം കൂടി കഴിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ വളരെ കുറച്ച് ചോറാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും ഞാൻ അങ്ങോട്ട് കഴിക്കുകയാണ്. വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഒന്നും മാറിയിട്ടില്ല. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, വളച്ചിട്ടൊന്നുമില്ല. സൂപ്പർ കറിയാണ്. വീണ്ടും ഞാൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
പൊങ്ങച്ചം പറയല്ല കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി അടിപൊളിയായിരുന്നേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ആ കുക്കുംബർ ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ എടുത്തിട്ട് കഴിക്കുകയാണ്. ചെറിയൊരു ചവർപ്പുണ്ടെങ്കിലും എന്താണ് അങ്ങ് കഴിക്കുകയാണ്. പിന്നെ ടി വിയിൽ സ്റ്റാർ മാജിക് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കഴിച്ചു തീരുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ. അപ്പോൾ ഞാൻ പോയി ഉറങ്ങട്ടെ.